അനുഗ്രഹീതമായ ഈ നല്ല നിമിഷത്തിനായിട്ട് കർത്താവിന് സ്തോത്രം इस आशीष समय के लिए मैं प्रभु को धन्यवाद देता हूँ। ബഹുമാനപ്പെട്ട കെ വറീസ് പാസ്റ്റർ, പേരുകുട്ടി ആൻറ്റി, प्रभु के दास और दासी, പ്രിയ സന്തോഷ് പാസ്റ്ററും അവരുടെ കുടുംബവും, और पास्टर संतोष का परिवार, ഇവിടെ സന്നിധരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും और जितने लोग यहाँ पर उपस्थित हैं आप सभी को യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. प्रभु यीशु मसीह के नाम में मेरा सलाम मैं कहता हूँ। എനിക്ക് കുടുംബമായിട്ട് കടന്നു വരുവാൻ അവസരം ഒരുക്കി. परिवार से यहाँ पर आने का एक अवसर मुझे मिला। എൻ്റെ വൈഫിൻ്റെ പേര് ജോയ്സി എന്നാണ്. मेरी पत्नी का नाम जोयसी है। വളരെ നാളത്തെ അവിടെ ആഗ്രഹമാണ് ഇവിടെ വരുവാൻ സാധിച്ചത്. कई समयों से उसकी इच्छा थी यहाँ पर आना है और हम यहाँ पर आ पाए। അവൾ 3 കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞു. हमारे 3 बच्चों के बारे में उन्होंने बताया। ദൈവത്തിൻ്റെ ഒരു അത്ഭുതമാണ് ഞങ്ങളുടെ ജീവിതം നടന്നത്. हमारे जीवन में एक बहुत बड़ा चमत्कार है हमारे बच्चे। ഞാൻ കർത്താവിൻ്റെ വേല 91 ആരംഭിക്കുമ്പോൾ 1991 के अंदर 91 में जब मैंने सेवा में प्रवेश किया, അതോട് ചേർന്ന് എൻ്റെ വിവാഹം നടക്കുകയാണ്. और उस समय मेरा विवाह हुआ। അതിനുശേഷമായിട്ട് 91, 92 കാലഘട്ടങ്ങളിൽ 3 ഓപ്പറേഷന് യൂട്രസിൽ എൻ്റെ വൈഫിന് വിധേയമായി. और 91 में हमारी शादी हुई। शादी के पहले 2 साल के अंदर ही मेरी पत्नी के यूट्रस में 3 ऑपरेशन हुए। യൂട്രസിൽ വെസിക്കുലർ മോള് മുന്തിരിക്കൊല വന്ന് അങ്ങനെ ഒരു പ്രയാസമായിരുന്നു. और यूट्रस में कुछ समस्या आ गई थी। മൂന്നാമത്തെ ബയോപ്സി റിപ്പോർട്ട് ക്യാൻസർ ആണെന്നാണ്. और बायोप्सी रिपोर्ट किया गया, उसमें कैंसर आया। എന്നാൽ കർത്താവിന് മുൻപാകെ ഞങ്ങൾ 92 സെപ്റ്റംബർ 23, 24 ദിവസങ്ങളിൽ പ്രാർത്ഥിപ്പാനിടയായി. और 1992 सितंबर 23, 24 2 दिन हमने उपवास से प्रार्थना में बैठे। 25-ാം തീയതി ഉച്ചവരെ ഉപവാസം കഴിഞ്ഞിട്ട് और 25 तारीख को उस उपवास प्रार्थना के बाद में ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഞങ്ങളുടെ പറമ്പിൻ്റെ മുകളിലേക്ക് പോയി. और मैं और मेरी पत्नी हमारे घर के ऊपर गए। ഞങ്ങൾ കരങ്ങൾ കോർത്ത് പിടിച്ച് പ്രാർത്ഥിപ്പാൻ. हमने हाथ पकड़कर प्रार्थना किया। അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ प्रभु अगले साल इस समय ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞോ പെൺകുഞ്ഞോ തരണമെന്ന് പ്രാർത്ഥിച്ചു. आप हमें एक बेटा या बेटी देना। കർത്താവ് ആ പ്രാർത്ഥന കേട്ടു. परमेश्वर ने उस प्रार्थना को सुना। ഞങ്ങളുടെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഡോക്ടർമാർ പറഞ്ഞു ബോംബെയിൽ വിദഗ്ധ ചികിത്സയ്ക്ക് പോകാൻ പറഞ്ഞു. हमारी सेवकाई के आरंभिक दिनों में डॉक्टर्स ने कहा कि मुंबई जाना है, इलाज करवाना पड़ेगा। എന്നാൽ കർത്താവിന് പേരുള്ള ബന്ധത്തിൽ അന്ന് എൻ്റെ മന്ത്ലി അലവൻസ് 500 രൂപയാണ്. उस समय में 500 रुपये मुझे मदद मिलती थी। ഞങ്ങൾക്ക് പേർക്ക് 2 പേർക്ക് അന്ന് ജയന്തി ജനതയാണ്, അന്ന് വണ്ടിക്കൂലിക്ക് പോലും ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. और उस समय रेलगाड़ी चलती थी जयंती जनता नाम के, बॉम्बे आने के लिए हमारा किराया भी 500 रुपये में नहीं हो सकता था। ഈ വിഷയം കൂടെ ചേർത്താണ് ഞങ്ങൾ ദൈവമുൻപാകെ കരുതുന്നത്. और इन सारे विषयों को लेकर हमने आंसू बहाए प्रभु के सामने। 92 സെപ്റ്റംബർ 25 ഞങ്ങൾ പ്രാർത്ഥിച്ചു. सितंबर 25 1992 में हमने मिलकर प्रार्थना किया। ചില ദിവസങ്ങൾ കഴിഞ്ഞ് ചെക്കപ്പിന് വേണ്ടി പോയി. कुछ दिनों के बाद में हम डॉक्टर के पास में चेकअप के लिए गए। മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റ്, ചീഫ് ഗൈനക്കോളജിസ്റ്റ് പരിശോധിച്ച് പറഞ്ഞു നോ പ്രോബ്ലം. लेकिन जब हम जांच के लिए गए, गायनेकोलॉजिस्ट ने बोला कि कोई समस्या नहीं है, सब कुछ ठीक है। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया। അങ്ങനെ 93 സെപ്റ്റംബർ 20 ദൈവം ഞങ്ങൾക്ക് മൂത്ത കുഞ്ഞിനെ തന്നു. और 1993 20 सितंबर को प्रभु ने हमें पहला बच्चा दिया। അവളെ കെട്ടിച്ചു. അവൾക്കൊരു കൊച്ചു കുഞ്ഞുണ്ട്, 4 വയസ്സുള്ള കുഞ്ഞുണ്ട്. उसका विवाह हो चुका है, 4 साल का उसका एक बच्चा भी है। ഇളയ മോന് ദുബൈയിൽ ഒരു ചെറിയ ജോലിയുണ്ട്. दूसरा बेटा दुबई में नौकरी कर रहा है। ഗ്രേസ് മൂത്ത മോൾ, രണ്ടാമത് ജോബ്. बड़ी बेटी ग्रेस, दूसरा बेटा जॉब, ഇളയ മോള് ജ്യോതിസ്. और छोटी बेटी ज्योतिष। ഇപ്പോൾ BSc നഴ്സിംഗിന് ബാംഗ്ലൂർ വൈദേഹി മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. अभी वो बैंगलोर में BSc नर्सिंग की पढ़ाई कर रही है। ഞാൻ ആ സാക്ഷ്യത്തിന്റെ പൂർത്തീകരണമാണ് പറഞ്ഞത്. मेरी वाइफ ने जो बातें बताई उसको मैंने आपके सामने एक और बार दोबारा बोला। इतना है, ദൈവം എത്ര നല്ലവനാണ്. परमेश्वर कितना भला है। ടേസ്റ്റ് ആൻഡ് സീ ദ ലോർഡ് ഈസ് ഗുഡ്. चक्कर जानो यहोवा कितना भला യേശു है। എത്ര നല്ലവനാണ്. यीशु कितना भला है। രുചിക്കും തോറും രുചി കൂടുകയാണ്. जितना आप उसे चखोगे आप और अधिक उससे करीब आ जाओगे। കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം. परमेश्वर की विश्वास योग्यता के लिए मैं प्रभु को धन्यवाद देता हूँ। ഇന്ന് പകലത്തെ അല്പസമയ ചിന്തയ്ക്കായിട്ട് आज सुबह के मनन के लिए ഒരു 20 ഭാഗം നമുക്ക് ദൈവത്തിൽ വായിക്കാം. वचन का एक भाग मैं आपके बीच में बांटना चाहूंगा। ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം. लूका रचित सुसमाचार 11वां अध्याय उसका पहला पद। हिंदी में पढ़. वह किसी जगह प्रार्थना कर रहा था। जब वह प्रार्थना कर चुका तो उसके चेलों में से एक ने उससे कहा, हे प्रभु, जैसे यूहन्ना ने अपने चेलों को प्रार्थना करना सिखाया
वैसे ही हमें भी तू सिखा दे। പ്രാർത്ഥിക്കത്താവേ നല്ല നിമിഷത്തിനായിട്ട് സ്തോത്രം. परमेश्वर पिता इस सुंदर समय के लिए धन्यवाद। നിങ്ങളുടെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. आप हमसे बातचीत कीजिए യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. यीशु के नाम में। നാം ഇവിടെ വായിച്ച വേദഭാഗം यहाँ पर हम पढ़ रहे हैं യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന കാര്യമാണ്. അതെ, യേശു ക്രിസ്തു ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. यहाँ पर देखते हैं कि चेले लोग यीशु से आकर कह रहे हैं कि हमें प्रार्थना करना सिखा। യേശു ക്രിസ്തു പിതാവുമായി സംഭാഷിക്കുന്ന സമയത്താണ് അവരവിടേക്ക് വരുവാനിടയായി തീർന്നത്. वहाँ लिखा है कि वह किसी जगह प्रार्थना कर रहा था, उस समय चेले लोग वहां पर आए ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം और बोला कि हमें प्रार्थना करना सिखा। ഇന്ന് പകൽ നമ്മുടെ ഹൃദയത്തിൻ്റെ വലിയ ആഗ്രഹം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. आज सुबह हमारे दिल की भी चाहत होनी चाहिए, हमें प्रार्थना करना है। ഇവിടെ അതിൻ്റെ പ്രാരംഭവാക്യത്തിൽ പറയുന്നു, അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. वहाँ लिखा है कि वह किसी जगह प्रार्थना कर रहा था। യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. यीशु प्रार्थना करने वाला एक व्यक्ति, രാത്രിയിലും പകലുമെല്ലാം പ്രാർത്ഥിക്കുന്ന അത് വലിയൊരു നമ്മുടെ ദൈവമാണ് യേശു ക്രിസ്തു. और रात और दिन प्रार्थना करने वाला है यीशु। ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ, നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാനുള്ള ഒരു അനുഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഖുഷിയായിരിക്കും. मैं आपको एक बात बताऊं, अगर रात दिन प्रार्थना करने की एक इच्छा हमारे अंदर है, प्रार्थना की एक आदत है, तो उसका परिणाम स्वरूप क्या होगा? हमारा जीवन आनंदित रहेगा। നമ്മൾ ഉറങ്ങുമ്പോഴും ദൈവം മുൻപാകെ നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. हम सोते समय में भी हमारी आत्मा परमेश्वर से प्रार्थना में संवाद करती रहेगी। നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴും പരിശുദ്ധാത്മാവിൽ നമുക്ക് ദൈവവുമായി ബന്ധപ്പെടാനുള്ള हम जब यहाँ पर बैठते हैं उस समय भी प्रार्थना में हम प्रभु के साथ में जुड़े हुए हैं। നിങ്ങളെ സബ്ജി കട്ട് ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കാനുള്ള അതേ സമയമുണ്ട്. आप सब्जी काटते समय में भी आप प्रार्थना करते हुए वो कर सकते हैं। അതെ, അരി തിളയ്ക്കുമ്പോഴും അല്ലെങ്കിൽ കുക്കറിൽ അരി ഇടുമ്പോഴും പറയാം, കർത്താവേ എന്നെ ഇതുപോലെ ശക്തമായിട്ട് അഭിഷേകത്തോടെ നിർത്തണമെന്ന് പ്രാർത്ഥിക്കും. आप कुकर में सब्जी बनाते होंगे, चावल पकाते होंगे, उस समय में भी आप प्रार्थना कर सकते, प्रभु सामर्थ्य के साथ में तू मुझे खड़ा कर दे। കുളിക്കുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. आप नहाते समय भी प्रार्थना कर सकते हैं। എനിക്കറിയാം, മർത്തോമ കോളേജിൽ ഒരു പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ല, ഭാര്യ സമ്മതിക്കത്തില്ല. അദ്ദേഹം കുളിമുറിയിൽ ഷവർ തുറന്നിട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമായിരുന്നു. मैं जानता हूं एक व्यक्ति को जिनके घर में थोड़ा सताव का माहौल है, तो खुल के वो प्रार्थना नहीं कर सकते, तो वो क्या करते, बाथरूम में जाते और पानी का शवर चालू कर देते। तो उसकी आवाज जब आ रही होती और वो प्रार्थना करते ताकि बाहर सुनाई नहीं दे, और वो बाथरूम में जाके प्रार्थना करते थे। നമുക്ക് പലപ്പോഴും പറയാൻ കഴിയും, കുളിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നത്. നെഹമ്യാ പുസ്തകം പഠിക്കുമ്പോൾ പറയുന്നു, കുളിക്കുന്ന സമയത്ത് അവർ ആയുധം ധരിച്ചുകൊണ്ടിരുന്നു. और हम कई बार सवाल पूछ सकते हैं कि कैसे ये हो सकता है, लेकिन नहम्याह की पुस्तक को यदि आप पढ़ोगे तो वहाँ पर लोगों के बारे में हम देखते हैं कि वह नहाते समय में भी उनके शस्त्र उन्होंने उतारे नहीं, सतर्कता के साथ में वे खड़े रहे, ऐसा एक पद आता है। ഞാൻ പലപ്പോഴും ഈ ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ ധൃതിയാണെങ്കിൽ അത് ഓൺ ചെയ്ത് ലൗഡ് സ്പീക്കർ ഇട്ടിട്ട് കുളിക്കുമ്പോൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. और कई बार क्या होता है कि आजकल ऑनलाइन का माहौल है, कई बार बहुत मीटिंगों में जुड़ते हैं, लेकिन व्यस्तता के कारण क्या होता है, कई बार कैमरा बंद कर देते हैं, लेकिन सुन रहे हैं, बाथरूम में नहा रहा होगा तो भी प्रार्थना में जुड़ रहा होगा। നമുക്കറിയാം, എഫെസ്യ ലേഖനം 6-18 വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ച് അതിനായി ജാഗരിച്ചുകൊണ്ട് എനിക്ക് വേണ്ടിയും സകല വിശുദ്ധന്മാർക്ക് വേണ്ടിയും प्रार्थनाയിൽ पूर्ण स्थिरता കാണും. इफिसियों की पत्री 6 अध्याय के अंदर हमको मालूम है कि पौलुस वहां पर कह रहा है कि हर समय हर प्रकार से तुम प्रार्थना में सचेत रहो, मेरे लिए भी तुम क्या करो, प्रार्थना करो। बुद्धि കൊണ്ട് പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും. बुद्धि से भी प्रार्थना कर सकते हैं, आत्मा से भी प्रार्थना कर सकते हैं। ഇന്ന് രാവിലെ ഞങ്ങൾ എഴുന്നേൽക്കാൻ താമസിച്ചു. आज सुबह हम उठने में लेट हो गए। ഇന്നലെ രാത്രി 1 മണിയോടുകൂടിയാണ് കിടന്നത്. कल रात को लगभग 1 बजे हम सोए। എന്നാൽ എഴുന്നേറ്റപ്പോൾ അന്യഭാഷകളിൽ കുറെ സമയം പ്രാർത്ഥിപ്പാൻ കർത്താവ് ഞങ്ങളെ. लेकिन सुबह जब हम उठे अन्य भाषा में कुछ समय प्रार्थना करने के लिए प्रभु ने सहायता की। നാം ആത്മമണ്ഡലങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ പൈശാചിക ശക്തികൾ ഓടിപ്പോകുവാനിടയായി. आत्मिक आयाम में जब हम प्रार्थना करते हैं, अंधकार की शक्तियां वहां से चली जाती है। ഹല്ലേലൂയ, हालेलुया। കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. हाथों को उठा के मिलकर परमेश्वर को धन्यवाद दें। നമ്മുടെ മാതൃകാ പുരുഷൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. प्रियो, हमारा आदर्श यीशु मसीह है।
പ്രാർത്ഥിക്കുന്ന ഒരു ലീഡർക്ക് പ്രാർത്ഥിക്കാൻ പറയാൻ കഴിയത്തുള്ളൂ. प्रार्थना करने वाला एक अगुवा ही प्रार्थना करने के लिए लोगों को बोल सकता है. പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ അടുക്കലേക്ക് ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. प्रार्थना करने वाले यीशु के पास में चेले आकर कह रहे हमें प्रार्थना करना सिखा. നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥന ആവശ്യമുള്ളവർ നമ്മുടെ അടുക്കിലേക്ക് വരുവാനിടയായി. जब मैं और आप प्रार्थना करना आरंभ करेंगे अन्य लोग आएंगे प्रार्थना मांगते हुए. നമുക്ക് യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലാം. हमें यीशु के करीब जाना है. യേശുവേ ഞങ്ങളെ പ്രാർത്ഥിപ്പോൾ ശക്തീകരിക്കണമേ. और इन दिनों में प्रभु से कहना यीशु तू हमें बल दे सहायता करके हम प्रार्थना कर सके. യേശു പറയാണ്, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. और यीशु कहता है ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും. प्रभु कहता है तू भयभीत मत हो, तू ढाढ़स बांध, मैं तेरा परमेश्वर हूं, तेरी सहायता मैं करूंगा. ഇന്ന് പകൽ യേശുവിന്റെ അടുക്കിലേക്ക് പ്രാർത്ഥിക്കുവാൻ കടന്നില്ല. आज सुबह यीशु की करीबी में प्रार्थना करने के लिए हम आ जाए. യേശു വരെ പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. यीशु ने प्रार्थना करना सिखा रहा. രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു, दूसरे पद में लिखा है നീ പ്രാർത്ഥിക്കുമ്പോൾ जब तुम प्रार्थना करो तो ഇങ്ങനെ പറയണം, ऐसा कहो, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. हे पिता. പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, എൻ്റെ യേശുവിനുമായിട്ടാണ്, എൻ്റെ പിതാവുമായിട്ടാണ് ഞാൻ ബന്ധപ്പെടുന്നത്. और जब हम प्रार्थना करते समय സ്വർഗസ്ഥനായ പിതാവേ, പിതൃപുത്ര ബന്ധത്തിൽ ദൈവാത്മാവിൽ പ്രാർത്ഥിക്കണം. एक भरोसा हमारे अंदर होना चाहिए कि हमारे पिता से हम प्रार्थना कर रहे हैं. उस रिश्ते की गहराई को समझते हुए प्रार्थना कक्ष में हमें प्रवेश करना है. The model of the prayer. प्रार्थना का प्रारूप. ഒന്ന് പ്രാർത്ഥനയിൽ ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പിനെയാ പിതാവ് പുത്ര ബന്ധമാണ് കാണിക്കുന്നത്. पहला एक रिलेशनशिप, एक रिश्ता पिता और पुत्र का हम वहां देखते हैं. രണ്ടാമത് അവിടെ ഓർപ്പിക്കുന്നത്, दूसरी बात, നിന്റെ നാമം എന്നിലൂടെ വിശുദ്ധീകരിക്കപ്പെടണം. तेरा नाम पवित्र माना जाए. മൂന്നാമത് പറയും, നിന്റെ രാജ്യം വരണമെന്ന് പ്രാർത്ഥിക്കും. तीसरी बात, तेरा राज्य आए. പ്രാർത്ഥിക്കുന്ന വ്യക്തിയിലൂടെ ദൈവനാമം ദുഷിക്കാൻ പാടില്ല. प्रियो, यदि मैं और आप प्रार्थना करने वाला एक व्यक्ति है, हमारे द्वारा परमेश्वर का नाम पवित्र होना है. हम ठोकर का कारण नहीं बनना है. അശുദ്ധിയോ അതെ ക്രമം കെട്ട കാര്യങ്ങളോ നമ്മുടെ ജീവിതത്തിൽ കാണാൻ പാടില്ല. हमारे जीवन में अपवित्रता या अशुद्धता नहीं होना चाहिए. കാരണം നാം പിതാവിന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ കുഞ്ഞുങ്ങളാണ്. क्योंकि हम उस पिता के पुत्र हैं. നിന്റെ നാമം എന്നിലൂടെ വിശുദ്ധീകരിക്കപ്പെടണം. तेरा नाम मेरे द्वारा पवित्र माना जाए. മൂന്നാമത് പറയേണ്ടത്, കർത്താവിനോട് പറയേണ്ടത്, ദ കിങ്ഡം ഓഫ് ദ ഗോഡ്, നിന്റെ രാജ്യം എന്നിൽ വരണമേ. तीसरी बात जो हमें बोलना है, प्रभु तेरा राज्य हम में आए. ദൈവരാജ്യം എന്നിൽ വരണം. प्रभु आपका राज्य हम में प्रकट होने पर, എന്റെ കുടുംബത്തിൽ വരണം. मेरे परिवार में आपका राज्य प्रकट होने എന്റെ पर, സഭയിൽ വരണം. मेरी कलीसिया में आपका राज्य आने पर, ദൈവരാജ്യം എന്റെ ദേശത്ത് വരണം. परमेश्वर का राज्य जिले में प्रकट होना है. ദൈവരാജ്യം എന്താണ്? परमेश्वर का राज्य क्या है? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. परमेश्वर का राज्य क्या है? धार्मिकता है, आनंद है, प्रभु का सामर्थ्य है. നമ്മിൽ അതുണ്ടെങ്കിൽ ദൈവരാജ്യമുണ്ട്. यदि वे तीनों बातें हम में है तो वहां पर परमेश्वर का राज्य है. നീതിയും സമാധാനവും. यदि हमारे अंदर धार्मिकता है, यदि हमारे अंदर शांति है, സമാധാനമുള്ള ഒരു വ്യക്തിയാണ് ദൈവരാജ്യമുള്ള വ്യക്തി. जिसके जीवन में शांति है वहां पर परमेश्वर का കർത്താവ് പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് പ്രാർത്ഥനയിലൂടെ ഞാൻ പ്രാപിച്ചെടുക്കുക. प्रभु कहता है कि मैं अपनी शांति तुम्हें देता हूं जो प्रार्थना के द्वारा तुम्हें स्वीकारना है. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുക്കി സമുദ്രമധ്യേ വീണാലും നാം ഭയപ്പെടത്തില്ല. യേശുവിന്റെ രാജ്യം എന്റെ ഉള്ളിലുണ്ട്. प्रिय, यदि यीशु का राज्य हमारे अंदर है, चाहे पहाड़ियां हिल जाए, पहाड़ ढल जाए, तो भी हम भयभीत नहीं होंगे क्योंकि प्रभु हमारे संग है. മാത്രമല്ല പരിശുദ്ധാത്മാവിലുള്ള ഒരു വലിയ സന്തോഷം
എന്റെ ഹൃദയത്തിലുണ്ട്. इतना ही नहीं, पवित्र आत्मा में एक बड़ा आनंद हमारे दिल में. രാത്രി പകൽ കരങ്ങൾ ഉയർത്തി പറയാം, നിന്റെ രാജ്യം എന്നിൽ വരണമേ. आज कितने लोग प्रार्थना करेंगे, प्रभु तेरा राज्य हम में आने पर, എന്റെ കുടുംബത്തിൽ വരണമേ. मेरे परिवार में आने पर, ചിന്തിക്കുന്ന അനുഭവങ്ങൾ മാറട്ടെ. प्रभु निराशा का अनुभव जाने पर, നിരാശയുടെ അനുഭവങ്ങൾ മാറട്ടെ. प्रभु थकान जाने पर, ദൈവരാജ്യം എന്നിൽ വരട്ടെ. परमेश्वर का राज्य हम में प्रकट होने पर. നാം പ്രാർത്ഥിക്കുന്നത് നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. जब हम प्रार्थना करते हैं प्रभु से कहने पर, प्रभु तेरा नाम पवित्र माना जाए, നിന്റെ രാജ്യം വരണം. तेरा राज्य आने पाए. ഈ ലോകത്തിൽ ഒന്നുമില്ലെങ്കിലും इस संसार में कुछ न मिले तो भी കർത്താവിലുള്ള സന്തോഷം നമ്മുടെ ജീവന്റെ ബലം. प्रभु का आनंद हमारे जीवन में आने കരങ്ങൾ ഉയർത്തി पाए. പറയാം, अपने हाथों को उठा कर യഹോവയിലെ സന്തോഷം यहोवा എന്റെ का ജീവന്റെ आनंद ബലമാകുന്നു. हमारा बल है. അടുത്തതായിട്ട് കർത്താവിനെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, और जो बात प्रभु सिखाता है, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. तेरी इच्छा जैसे स्वर्ग में है वैसे यहाँ भी पूरी होने पाए. കുഞ്ഞുങ്ങളെ, നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുണ്ട്. प्रिय बच्चों, मैं आपसे कहना चाहूंगा, ഗോഡ് വിൽ, ദൈവ ഇഷ്ടം എന്നിൽ വരണമെന്ന് പ്രാർത്ഥിക്കണം. एक प्रार्थना, प्रभु तेरी इच्छा ही हमारे जीवन में पूरी होने पाए. ദൈവ ഇഷ്ടം എന്നിൽ വരണമെന്ന് പ്രാർത്ഥിക്കണം. प्रभु आपकी इच्छा हमारे जीवन में पूरी होने पाए. ഇന്ന് പകൽ വിളിക്കുന്ന ദൈവമക്കളെ, आज जितने लोग यहाँ बैठे, मैं आपसे നിങ്ങൾ कहूँ, പ്രാർത്ഥിക്കണം, एक ही प्रार्थना, എന്നെ ഒരു സുവിശേഷകനാക്കണമേ. प्रभु मैं आपकी सेवा कर पाऊं. ലോകത്തിന് അനേകം മിഷണറിമാർ പ്രാർത്ഥിച്ചു. संसार में कई मिशनरी लोगों ने प्रार्थना किया, കർത്താവേ, ലോകരാജ്യങ്ങൾ എന്നെ അയക്കണമേ. प्रभु विश्व राज्यों में आप मुझे भेजिए. അതേ ചൈനയിൽ പോയ മിഷണറി ചെറുപ്പത്തിൽ പ്രാർത്ഥിച്ചു, എന്നെ ചൈനയിൽ അയക്കണമെന്ന്. आज चीन में जो लोग सेवा के लगे, उन्होंने अपने बचपन में जवानों ने प्रार्थना की, प्रभु तू हमें चीन भेजना. ഡോക്ടർ വില്യം കയറി ചെരുപ്പ് കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ഇന്ത്യയിലേക്ക് അതെ ഒരു വടിയിൽ കൂന്നിട്ട് പറഞ്ഞു, എന്നെ ഇന്ത്യയിലേക്ക് അയക്കണമെന്ന്. विलियम केरी जब एक जूते की दुकान में काम करते थे, उस समय उन्होंने प्रार्थना की, प्रभु मुझे तू भारत में भेजना. ജെയിംസ് ചാമേഴ്സ് അതെ ന്യൂഗിനി എന്ന ദ്വീപിലേക്ക് എന്നെ അയക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. और प्रभु के दास जेम्स चैंडर्स जो न्यू गिनी द्वीप में गए, उन्होंने प्रार्थना की, प्रभु मुझे उस देश में तू भेज. അവിടെ തന്റെ രക്തസാക്ഷിയായി തീർന്നു. उनका जीवन उन्होंने वहां पे कुर्बान किया. ഗോഡ് വിൽ, ദൈവ ഇഷ്ടമെന്ന് വരണമെന്ന് പ്രാർത്ഥിക്കാം. प्रार्थना, प्रभु तेरी इच्छा मुझ में पूरी होने पाए. അടുത്തായിട്ട് പ്രാർത്ഥിക്കേണ്ടത്, और हम देखते हैं वहां पर, ഞങ്ങൾക്ക് ആവശ്യമുള്ള റൊട്ടി തരണമെന്ന് പ്രാർത്ഥിക്കാം. हमारे दिन भर की रोटी हमें दिया कर. ദിനം പ്രതിയുള്ള റൊട്ടി തരണമെന്ന് പ്രാർത്ഥിക്കാം. दिन भर की रोटी हर दिन हमें दिया कर. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം जो आवश्यक भोजन തരണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. हमें देना, ऐसा प्रार्थना करना. നാളത്തേക്ക് വേണ്ട, कल के लिए नहीं, ദിനം പ്രതിയുള്ള ആഹാരം दिन भर की रोटी തരണമെന്ന് പ്രാർത്ഥിക്കാം. हर दिन हमें देना. അതെ, അതടുത്ത വാക്യത്തിൽ പറയുന്നു, ഞങ്ങൾ പരീക്ഷയിൽ ഞങ്ങളെ കടത്തരുതേ. और लिखा है कि हमारे पापों को क्षमा कर. അതിനു മുമ്പ് പറഞ്ഞു, ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, हमारे पापों को क्षमा कर. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. हमारी कमियों को तू क्षमा कर, ऐसा प्रार्थना करना है. അതെ, പരീക്ഷയിൽ ഞങ്ങളെ കടത്തരുത്. हमें परीक्षा में न ला. ചില ശോധനയിലൂടെ കടത്തുവാൻ പിശാച് വെല്ലുവിളിക്കുമ്പോൾ, शत्रु जब हमें परीक्षा में फंसाना चाहता है, അനർത്ഥ ദിവസത്തിൽ കൂടാരത്തിന് മറവിൽ എന്നെ ഒളിപ്പിക്കണമേ. अनर्थ के दिनों के अंदर प्रभु के छावनी में बने रहने के लिए परमेश्वर हमारी सहायता करने पाए. ഇത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയമാണ്. यह हमारा प्रार्थना विषय होने पाए. കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, अपने हाथों को उठाकर प्रभु से कहिए, തകർക്കുന്ന പോരുകൾ എന്റെ ജീവിതത്തിൽ വരുമ്പോഴും प्रभु विपरीत अवस्थाएं जब मेरे जीवन में आएगी, എന്നെ പരീക്ഷയിലേക്ക് കടത്തരുത്. मुझे परीक्षा में न डाल. കർത്താവിന്റെ ഉള്ളം കരങ്ങൾ എന്നെ സൂക്ഷിക്കണം. प्रभु अपने हाथों में तू मुझे संभाल ले. എന്റെ ഭവനം പരീക്ഷയിൽ അകപ്പെട്ടു പോകരുത്. मेरा घर परीक्षा में उलझने न पाए. പരീക്ഷകളൊക്കെ വരാം, परीक्षाएं आएगी, എന്നാൽ ഉണർന്ന് പ്രാർത്ഥിപ്പാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. लेकिन जागते हुए प्रार्थना करने का अनुग्रह प्रभु हमें देने पाए. നാളെ എന്ത് സംഭവിക്കും നമുക്കറിയത്തില്ല. हमें नहीं मालूम कल क्या होगा. നമ്മുടെ ജീവൻ നഷ്ടപ്പെടുമോ എന്നറിയത്തില്ല. हमें नहीं मालूम कल हमारा जीवन बचेगा या नहीं बचेगा. നിന്റെ കുടുംബം കഷ്ടത്തിലാകരുത്. परिवार समस्या में नहीं फंसना है. സംഭവിപ്പാനൊക്കെ ഇന്ന് കൊഴിഞ്ഞു പോകേണ്ടതിന് ഉണർന്നു പ്രാർത്ഥന. आने वाली विपत्ति से बचने के लिए हम इंद्रों में प्रार्थना करें. നമുക്ക് കരങ്ങൾ ഉയർത്തി പറയാം, പരീക്ഷയെ ഞങ്ങളെ കടത്തരുത്. अपने हाथों को उठाकर बोले, प्रभु तू परीक्षा में न डाल. പരീക്ഷ ഞങ്ങൾക്ക് വരാം, परीक्षाएं आएगी, എന്നാൽ പരീക്ഷയെ ഞങ്ങളെ അത് അകപ്പെട്ടു പോകുവാനിടയാകരുത്. लेकिन परीक्षा में हम हारने न पाए, उलझने न पाए. ഒരിക്കൽ കർത്താവിന് വേണ്ടി ശക്തി കൊടുത്ത ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, एक प्रभु के दास ने इस प्रकार से कहा, യേശു ദൈവമാണോ, यीशु परमेश्वर है तो അങ്ങനെ ഒരു അനുഭവം എനിക്ക് നിങ്ങൾക്കും വരരുത്. ऐसा एक अनुभव हमारे जीवन में आने पाए. വാർദ്ധക്യത്തിൽ വരുമ്പോൾ
ശപിക്കുവാനിടയാകരുത്. अपने जीवन के अंदर प्रभु को ठुकराने वाला अवसर हमारे जीवन में ना आने पाए। എനിക്കറിയാം ഒത്തിരി ദൈവദാസന്മാർ വാർദ്ധക്യം വരുമ്പോൾ कई लोग अपने जीवन की वृद्धावस्था में സുബോധം നഷ്ടപ്പെട്ട് और होश को जब वे खो देते हैं, അതേ മോശമായ വാക്കുകൾ പറയുന്നതിന് കേട്ടുണ്ട്. गलत बातों को बोलते हुए मैंने सुना है। നമുക്ക് കർത്താവിനോട് പറയാം, हम प्रभु से कहे, പരീക്ഷയിൽ ഞങ്ങളെ കടത്തരുത്. प्रभु तू परीक्षा में हमें न डाल, ഒരു നല്ല മരണം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. एक अच्छा जीवन यात्रा का अंत तू हमें देना, ഒരു നല്ല യാത്രയെ തരണമേ ദൈവത്തോട് एक अच्छी विदाई तू हमें देना। കിടന്ന് നരകിക്കുവാനൊന്നും ഇടയാക്കരുത്. प्रभु हमें संसार में फंसने उलझने आप मत देना, പരീക്ഷയിൽ ഞങ്ങളെ കടത്തരുത്. परीक्षा में हमें न डाल, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. दुष्ट के हाथ से तू हमें छुड़ा दे। നാം ഈ ദിവസങ്ങളിൽ യേശുവിനോട് ചോദിക്കുമ്പോൾ യേശു പറഞ്ഞു തരും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. इन दिनों में यदि हम यीशु से पूछेंगे तो वो हमें बताएगा कैसे हमें प्रार्थना करना है। സമുദായക്കാർ ഈ പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിക്കും. कई लोग इन प्रार्थनाओं को दोहराते हैं। ഈ പ്രാർത്ഥനയുടെ അന്തസത്ത അറിഞ്ഞ് യേശുവിനെ അടുക്കച്ചു പറഞ്ഞു, യേശുവേ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണം. लेकिन यदि मैं और आप इस प्रार्थना के शब्दों के अर्थ को समझेंगे, हम कहेंगे पवित्र आत्मा हमारी सहायता कीजिए, हमारे प्रार्थना के स्तर को बदल दीजिए। ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കാം, हर समय आत्मा में प्रार्थना करने के लिए, കണ്ണുനീരോട് വിതയ്ക്കാം, आंसुओं के साथ में बीज को बोने के लिए, നിന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, आपके बच्चों के लिए, पीढ़ियों के लिए आंसू बहाने के लिए, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, राज्यों के लिए प्रार्थना करने के लिए, പ്രാർത്ഥന യാത്ര നടത്താം, प्रार्थना यात्राएं करने के लिए, അന്യാരാധന ശക്തികൾ പ്രാർത്ഥനയിലൂടെ തകരട്ടെ. और प्रार्थना के द्वारा प्रभु रास्तों को खोलने पाए। ഒരു പ്രാർത്ഥന മനുഷ്യരെ തകർക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. यदि मैं और आप एक प्रार्थनावादी व्यक्ति है, संसार की कोई बातें हमें पराजित नहीं कर पाएगी। നമ്മുടെ പോരിന്റെ ആയുധം ജഡികമല്ല, കോട്ടകളെ തകർക്കുവാൻ അത് ദൈവസന്നിധി ശക്തിയുള്ള ആയുധമാണ് പ്രാർത്ഥന എന്ന് प्रियो, പറയുന്നത്. हमारी लड़ाई के हथियार शारीरिक नहीं है, लेकिन वह आत्मा में सामर्थ्य है कि घड़ों को वो गिरा सकता है। അർദ്ധരാത്രിയിൽ പൗലോസ് ശീലാസും ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോഴും കൈകാലുകൾ ആപത്തിലിട്ട് പൂട്ടിയപ്പോഴും അവർ പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ ആരാധിച്ചു. आधी रात में पौलुस सीलास कारागृह के अंदर उस बंधन की अवस्था में भी गीत गाकर उन्होंने प्रभु की आराधना की। നിന്റെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടാലും आपके जीवन में बंधन की अवस्थाएं होगी, ശരീരം വേണ്ടതുപോലെ ചലിക്കുന്നില്ലെങ്കിലും शरीर में कमजोरी होगी, നിന്റെ ആത്മാവിനെ പിശാച് ബന്ധിച്ചിട്ടില്ല. लेकिन आपकी आत्मा को कोई ഓ बांध नहीं सकता। ഇന്ന് രാത്രി ഇന്ന് പകൽ ദൈവാത്മാവിൽ പ്രാർത്ഥിച്ചാൽ आज रात आज सुबह पवित्र आत्मा में प्रार्थना करने के लिए हम सचेत हो जाए, ഇരിക്കുന്ന ഇരിപ്പിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ, मिलकर परमेश्वर की महिमा देना हम आरंभ करें, നാവുതോറും ദൈവത്തെ സ്തുതിച്ചാട്ടെ, ऊंची आवाज में परमेश्वर को धन्यवाद देना आरंभ करें, എല്ലാ ക്ഷീണങ്ങളും മാറട്ടെ, सारी थकान जाने पाए, പാടി ദൈവത്തെ ആരാധിച്ചാട്ടെ, ऊंची आवाज में परमेश्वर की आराधना हम करने पाए, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. पवित्र आत्मा में हम प्रार्थना करने पाए। കാരാഗ്രഹത്തിന്റെ ഉള്ളറയിലും രണ്ടുപേരെ ഉള്ളെങ്കിലും ആത്മാവിൽ അവർ പ്രാർത്ഥിച്ചു. कारागृह के अंदर 2 लोग थे, लेकिन उन्होंने आराधना करना आरंभ किया। കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, कारागृह की नींवें हिल गई। പ്രാർത്ഥനയ്ക്ക് റിസൾട്ട് ഉണ്ട്. प्रार्थना का उत्तर है प्रियो, അവരെ കൈകാലുകളെ ചങ്ങലകൾ അഴിഞ്ഞു, उनके बंधन टूट गए, അവരെ ബന്ധനങ്ങൾ അഴിഞ്ഞു. बंधन मुक्त हो गए वे, കാരാഗ്രഹത്തിൽ ബന്ധിക്കപ്പെട്ട തടവുകാർ ബന്ധനം അഴിഞ്ഞു. और अन्य लोगों के बंधन से वे आजाद हो गए। കാരാഗ്രഹത്തിൽ വാതിൽ തുറക്കപ്പെട്ടു. कारागृह का द्वार खुल गया। അതെ, മുന്നോട്ട് വന്നപ്പോൾ കാരാഗ്രഹ പ്രമാണി തന്നെത്താൻ വാളൂരി ചാകാൻ നോക്കി പറഞ്ഞു, നീ അങ്ങനെ നഷ്ടപ്പെട്ടു പോകരുത്, കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷപ്പെടും. और हम देखते हैं कि वो वहां पर उस जेल के अधिकारी को सुसमाचार सुनाते हैं और उनका जीवन बच जाता है, കാരാഗ്രഹ പ്രമാണി കുടുംബവും രക്ഷിക്കപ്പെട്ടു. वो पूरा परिवार बच जाता है। അവർ പറയുന്നത്, वो कहते हैं, ഞങ്ങൾ അതെ ജീവിക്കുവാൻ രക്ഷപ്പെടുവാൻ എന്തു ചെയ്യണം? हम बचने के लिए हम क्या करें? ചില കാരാഗ്രഹങ്ങളും ചില പ്രതിസന്ധികളും എനിക്കും നിങ്ങൾക്കും ചില രക്ഷയിലേക്ക് വരുവാനാണ്. അത് കാരാപ്രവർത്തനം എന്തു ചെയ്യണം? प्रियो, कई कारागृह की अवस्थाओं के अंदर से जब मैं और आप गुजरेंगे, प्रभु का आत्मा कहता है कई लोग आपसे कहने जा रहे हैं उद्धार पाने के लिए, बचने के लिए हमें क्या करना है। പൗലോസ് സന്ദേശം ഉണ്ടായിരുന്നു, पौलुस के जीवन में मंदिर था, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക,
प्रभु पर विश्वास कर, എന്നാൽ നീ നിന്റെ കുടുംബം तो രക്ഷപ്പെട്ടു. तू और तेरा घराना उद्धार पाएंगे। ആ കുടുംബത്തെ രക്ഷയിലേക്ക് നയിച്ചു. उस परिवार को उद्धार की ओर वो लेकर आया, അവരെ സ്നാനപ്പെടുത്തി. उन्होंने बपतिस्मा दिया, അവർ മുറിവുകളെ കഴുകുന്നാണ് വചനമായി. उनके घावों को उन्होंने धोया, ऐसा लिखा है। പ്രാർത്ഥിച്ചാൽ ചില രക്ഷയിലേക്ക് കൊണ്ടുവരാനിടയായി തീരും. प्रार्थना यदि मैं और आप करेंगे, लोग उद्धार में आएंगे। ചില ഉന്നതന്മാര്, कई अधिकारी लोग, ചില പാവപ്പെട്ടവര്, कई गरीब लोग, ചില ആദിവാസികളെ, कई स्थानीय लोग, അതെ, ജീവിതത്തിൽ നിനക്ക് ഒരു ശുശ്രൂഷയുണ്ട്. നീ പ്രാർത്ഥിക്കുമെങ്കിൽ ചിലരെ കൃപയിൽ കൊണ്ടുവരുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കും. यदि मैं और आप प्रार्थना करेंगे, लोगों को प्रभु का आत्मा खींच कर लेकर आएगा। സുവിശേഷം 11-13 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. लूका 11-13 में हम इस प्रकार से देखते हैं, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നെങ്കിൽ जब तुम बुरे होकर अपने बच्चों को अच्छी वस्तुएं देना जानते हो, തന്നോട് യാചിക്കുന്നവർക്ക് तो स्वर्गीय पिता പരിശുദ്ധാത്മാവിനെ अपने मांगने वालों को എത്ര അധികമായി കൊടുക്കും. पवित्र आत्मा क्यों न देगा। നമ്മുടെ കരകളെടുത്ത് പറയാ, अपने हाथों को उठाकर कहे, അതെ, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ദൈവശക്തിയാൽ നിറയ്ക്കുവാൻ യേശു മതിയായവനാണ്. हमारे मांगने से, हमारे निवेदन करने से कहीं अधिक परमेश्वर अपनी सामर्थ के द्वारा हमें भरना चाहता है। ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കും. हम बुरे होकर अपने बच्चों को अच्छी बातें देते हैं, തന്നോട് യാചിക്കുന്നവർക്ക് तो उससे मांगने वालों को പരിശുദ്ധാത്മാവിനെ वो पवित्र आत्मा എത്ര അധികമായി कितना अधिक प्रदान करेगा। പരിശുദ്ധാത്മാവിന്റെ അളവറ്റ അനുഗ്രഹം നമ്മുടെ മേൽ ഉണ്ടാകട്ടെ. पवित्र आत्मा का एक भराव हमारे जीवनों में आने पर, പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ അളവ് നിന്റെ മേൽ വരുവാനിടയായി. प्रार्थना के समय पवित्र आत्मा का एक भारी सामर्थ हमारे जीवनों में ഒരു उतर आने पर, അസാധാരണമായ പ്രവൃത്തികളിലൂടെ നടക്കും. एक असाधारण कार्य हमारे जीवन में होने पर, നമ്മുടെ ഭാരതത്തിനെ കൂടി ചെയ്യിപ്പിക്കും. हमारे द्वारा प्रभु करवाने पर നീ പ്രാർത്ഥിച്ചു കൊടുത്താൽ മതി. प्रार्थना में खड़े हो जा, നിന്റെ നാവിലൂടെ വൻ കാര്യങ്ങൾ ദൈവം आपके പ്രസ്താവിക്കും. मुख के द्वारा अद्भुत बातें प्रभु ഇന്ന് कहेगा। പകൽ ദൈവസഭയെ आज सुबह प्रभु के लोगों, അതെ, നിങ്ങൾ ഏൽപ്പിക്കുമെങ്കിൽ, यदि मैं और आप सौंपेंगे तो, കർത്താവിന്റെ കരങ്ങൾ സമർപ്പിക്കുമെങ്കിൽ, प्रभु के हाथों में सौंपेंगे तो, ദൈവം നിങ്ങളെ ഒരു തീ കഷ്ണമാക്കി ഉപയോഗിക്കുവാനാണ്. परमेश्वर एक सामर्थी व्यक्तित्व के समान हमें इस्तेमाल मिलेगा। പ്രാർത്ഥിച്ച ഏലിയാവിലൂടെ ആഹാബിനോട് ദൂത് പറയുവാൻ ദൈവം തന്നെ ശക്തി. प्रार्थना करने वाले एलिय्याह को आहाब के सामने प्रभु ने खड़ा किया। കെരീത്തിൽ മരിക്കുവാൻ കെരീത്തിന്റെ അനുഭവത്തിൽ ഏലിയാവിനെ പോറ്റുവാനിടയായി തീർന്നു. करीत के अनुभव में परमेश्वर ने एलिय्याह के लिए प्रबंध किया। സാരാഫത്തിൽ വിധവയുടെ കലത്തിൽ അല്പമാവിനെ പ്രാർത്ഥനാ മനുഷ്യൻ വർദ്ധിപ്പിക്കുവാനിടയായി. सारापात में उस विधवा के घर को प्रार्थना करने वाले एलिय्याह ने एक सोते का स्थान बना दिया। മരിച്ച കുഞ്ഞിന്റെ ജീവൻ, സാരാഫത്തിലെ മരിച്ച കുഞ്ഞിന്റെ ജീവൻ പ്രാർത്ഥനാ മനുഷ്യൻ പ്രാർത്ഥിച്ച് മടക്കി കൊണ്ടുവന്നു. प्रार्थना करने वाले एलिय्याह के कारण उस विधवा का बेटा जो मर गया था पुनः जीवित हो गया। ദൈവം നിന്നെ ചില ശുശ്രൂഷകളെ ഏൽപ്പിക്കും. परमेश्वर कुछ सेवा हमें सौंपना चाहता है। നിന്ദിക്കുന്നവരുടെ നടുവിൽ, जो आपकी निंदा करते उनके बीच में, ക്ഷീണിപ്പിക്കുന്നവരുടെ നടുവിൽ, जो आपको थकाते उनके बीच में, ചില ജീവൻ മടക്കി കൊണ്ടുവരുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കും. प्रभु नया जीवन मुझे और आपको देना चाहता है। ഇന്ന് പകൽ നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവം, आज रात अपने हाथ, आज सुबह अपने हाथों को उठाकर हम प्रभु को धन्यवाद നീ दें। എന്നെ ഉപയോഗിക്കണമേ. प्रभु तू मुझे इस्तेमाल में ले, കർത്താവേ, എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. प्रार्थना करना तू मुझे ഞാൻ सिखा അങ്ങയുടെ दे। അടുക്കിലേക്ക് വരുന്നു കർത്താവേ. आपके करीब ही मैं आना चाहता हूं। എനിക്കൊന്നും അറിയത്തില്ല കർത്താവേ. मुझे कुछ ज्यादा नहीं मालूम, എന്നെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. लेकिन पवित्र आत्मा में प्रार्थना करना तू मुझे പരിശുദ്ധാത്മാവിന്റെ അളവറ്റ കൃപ എന്റെ മേൽ പകരണം. सिखा। पवित्र आत्मा का गहरा पैमाना मेरे अंदर दे दीजिए। അതെ, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും. मुझे सामर्थ्य बनाने वाले यीशु के द्वारा मैं सब कुछ कर सकता हूँ। കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. प्रभु हमें आशीष देने ഈ पाए, വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. इन वचनों के द्वारा प्रभु हमारी सहायता करे।